പാലായിൽ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജിന്റെ ബഹുജന റാലി ആരംഭിച്ചു. കൊട്ടാരമറ്റത്ത് നിന്നും പാലാ കുരിശുപള്ളി ജംഗ്ഷനിലേക്കാണ് റാലി. കുരിശുപള്ളി ജംഗ്ഷനിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, 2020 ചെയർമാൻ സാബു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുക്കും. വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, പാലയിൽ താരമാകാൻ ഷോൺ ജോർജ് തയ്യാറായി കഴിഞ്ഞു. എത്രത്തോളം ജനപിന്തുണയാണ് ഷോൺ ജോർജിന് പാലയിലുള്ളത് മിഥുൻ? അശ്വതി, ആവേശോജ്വലമായിട്ടുള്ള ബഹുജന റാലിയാണ് പാലായിൽ ഷോൺ ജോർജിന്റെ റാലിയാണ് നടക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും വലിയ പങ്കാളിത്തം ഈ റാലിയിൽ ഉണ്ട് എന്നുള്ളതാണ് NDAയുടെ സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം വലിയ ജനകീയ പിന്തുണയാണ് പാലായിൽ ലഭിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമായി മാറുന്നത്. നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ, സാധാരണക്കാരായ ജനങ്ങൾ, ഒപ്പം തന്നെ ഈ റാലിയിൽ പങ്കെടുക്കുന്നതിന് റാലിയിലെത്തിയിരിക്കുന്ന റാലിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഷോൺ ജോർജിനെ സ്വീകരിക്കുന്നതിനൊക്കെയായി പാലായി ടൗണിൽ ഒട്ടനവധി ആളുകൾ, സാധാരണക്കാരായ ആളുകൾ നിരന്നു നിൽക്കുന്നു എന്നുള്ളതും വലിയ പങ്കാളിത്തം, വലിയ സ്വീകാര്യത NDAയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതിന്റെ ഉദാഹരണമായി മാറുകയാണ്. കൊട്ടാരമറ്റത്ത് നിന്നും ആരംഭിച്ച റാലി ഇപ്പോൾ പാലാ ടൗണിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് പ്രവർത്തകർ, BJP, NDAയുടെ ഘടകകക്ഷികളിലെ എല്ലാ പ്രവർത്തകർ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള വലിയ ആവേശോജ്വലമായിട്ടുള്ള ബഹുജന റാലിയാണ് ഇപ്പോൾ പാലാ ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രചാരണങ്ങളുമായി മറ്റ് മുന്നണികളെക്കാൾ, LDF, UDF മുന്നണികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് NDAയുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ എന്ന് തന്നെ തെളിയിക്കുന്നതാണ് പാലായിൽ ഇപ്പോൾ നടക്കുന്ന ഈ ബഹുജന റാലി എന്ന് തന്നെ പറയാം. പൊതുസമ്മേളനം പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ ഈ ബഹുജന റാലി അവസാനിക്കുന്നതോടുകൂടി ആരംഭിക്കും. 2020 ചെയർമാൻ സാബു ജേക്കബ് അടക്കമുള്ളവർ ഇനിയുള്ള പരിപാടികളിൽ നടക്കുന്നുണ്ട്. പ്രത്യേക ബിസിനസ് സമ്മിറ്റ് അടക്കമുള്ള പരിപാടികളാണ് ഈ ബഹുജന റാലിക്ക് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി പാലായിൽ നടക്കുന്നത്. ആവേശോജ്വലമായി പാലായിലെ പൗരന്മാരെ, പാലായിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാലാ ടൗണിലൂടെ നീങ്ങുന്ന ബഹുജന റാലിയുടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം എന്ന് തന്നെ പറയാം. ആവേശോജ്വലമായി തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയെ പാല ഏറ്റെടുത്തിരിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. മാസങ്ങൾക്ക് മുൻപ് തന്നെ വീടുകൾ കയറിയിറങ്ങി NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ അച്ചടക്കത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമായി NDA പ്രവർത്തകർ, BJP പ്രവർത്തകർ പാലാ മണ്ഡലത്തിൽ സജീവമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി പാലയുടെ രാഷ്ട്രീയ കാലാവസ്ഥയാകെ മാറിമറിയും. പാലായിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഉൾപ്പെടെ അപ്രസക്തമാകും എന്നുള്ള വിലയിരുത്തലാണ് NDA ക്യാമ്പിനുള്ളത്. ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ, പാലായിൽ പതിറ്റാണ്ടുകളോളം പാലാ നഗരസഭയുടെ അടക്കം ഭരണം കൈയാളിയ കേരള കോൺഗ്രസ് എമ്മിനെ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി പാലായിലെ ജനങ്ങൾ കൈവിട്ടുവെന്നും പാലായിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയം അപ്രസക്തമാവുകയാണെന്നും ഇടത് വലത് മുന്നണികൾ മാറി മാറി ചാടിക്കളിക്കുന്ന കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അപ്രസക്തമാക്കിക്കൊണ്ടുള്ള പാലായിലെ രാഷ്ട്രീയ കാലാവസ്ഥയാകെ മാറി മറിയുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് നേരത്തെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. NDA ക്യാമ്പും ഇത്തരത്തിലുള്ള നിരീക്ഷണത്തിലേക്കാണ് എത്തുന്നത്. പാലായിലെ കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥി ജോസ് കെ മാണി, ഒപ്പം UDFന്റെ സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ, രണ്ടു പേർക്കുമെതിരെ ജനകീയ വികാരമുണ്ട്, ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന ജനവിരുദ്ധ വികാരം LDF സ്ഥാനാർത്ഥിക്കും ജോസ് കെ മാണിക്കും കാലാകാലങ്ങളായി പാലായുടെ ഭരണം കൈയാളിയ കേരള കോൺഗ്രസ് പാലായ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ ജനവിരുദ്ധ വികാരം രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെയും, LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് എതിരെ ഉണ്ട്. അത് തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് NDA പ്രവർത്തകർ, NDA ക്യാമ്പ്, BJP പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പാലായുടെ വികസന അപര്യാപ്തതകളുണ്ട്. പാലായിലെ വിവിധ പഞ്ചായത്തുകളിൽ വികസന അപര്യാപ്തതകൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നു. പാലായിലെ ഭരണം KM മാണി മന്ത്രിയായിരിക്കെ അതിനുശേഷം കേരള കോൺഗ്രസ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അടക്കം ഭരണം കൈയാളിയിട്ടും ഇടതിലും വലതിലും LDFിലും UDFിലും മാറി മാറി ഭരണം ഉള്ള സമയത്ത് കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്യാത്ത, പാലായ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കേരള കോൺഗ്രസിനെയും LDFിനെയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങൾ വലിച്ചെറിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് NDA ക്യാമ്പ് വിലയിരുത്തുന്നത്. ആ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് NDA ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പാലായിൽ ജനങ്ങളുടെ വലിയ സ്വീകാര്യത NDAയുടെ സ്ഥാനാർത്ഥിക്ക് ഷോൺ ജോർജിന് ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയായി മാറുകയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം. സാധാരണക്കാരായ ജനങ്ങളുടെ പങ്കാളിത്തം, പാർട്ടി
പ്രവർത്തകർക്കും NDA പ്രവർത്തകർക്കും അപ്പുറം സാധാരണക്കാരായ നിരവധി ജനങ്ങൾ ഈ NDAയുടെ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി NDAയുടെ സ്ഥാനാർത്ഥിയുടെ ഈ വാഹന പ്രചരണ ബഹുജന റാലിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാലാ ടൗണിൽ നിരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ബഹുജനങ്ങളുടെ എത്രയോ വലിയ സ്വീകാര്യതയാണ് NDAയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമായി മാറുകയാണ്. എന്തായാലും വലിയ സ്വീകരണം, ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിക്ക് ഷോൺ ജോർജിന് ലഭിക്കുന്നത്. പാലായിൽ ഇത്തവണ മാറ്റമുണ്ടാകും. വികസിത പാല എന്നുള്ള മുദ്രാവാക്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. വികസിത പാലയ്ക്കായി എറണാകുളം നഗരത്തിന്റെ അടക്കം ഉപഗ്രഹ നഗരമാക്കി പാലായെ മാറ്റും. വികസിത പാല സാധ്യമാക്കും. NDA മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം പാലായിൽ സാധ്യമാക്കുന്നത് NDAയുടെ പ്രതിനിധി പാലായിൽ നിന്നും ഉണ്ടാകണം എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് പാലായിൽ NDA സ്ഥാനാർത്ഥി NDA പ്രവർത്തകർ വോട്ട് തേടുന്നത്, ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിൽ, വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പ് ഉള്ളത്, NDA പ്രവർത്തകർ ഉള്ളത്. കേരളത്തിൽ NDA പ്രതീക്ഷ വയ്ക്കുന്ന, NDA ഉറപ്പിക്കുന്ന, സീറ്റ് ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പാല. ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് NDA BJP പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിൽ പാല നിയോജക മണ്ഡലത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ നടത്തി വരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും വലിയ പ്രചരണ പരിപാടികളുമായി ഇനിയുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളിൽ പാലാ മണ്ഡലത്തിൽ NDAയുടെ ക്യാമ്പ് സജീവമായി ഉണ്ടാകുമെന്നതിന്റെ സൂചന നൽകിക്കൊണ്ടുള്ള ഒരു ബഹുജന റാലി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുരിശുപള്ളി ജംഗ്ഷനിൽ ഈ റാലി അവസാനിക്കും. പിന്നീട് പൊതുസമ്മേളനം ഉണ്ടാകും. പാലായെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥി ഷോൺ ജോർജ് സംസാരിക്കും. ഒപ്പം സാബു ജേക്കബ് 2020യുടെ ചെയർമാൻ അടക്കം പങ്കെടുക്കുന്ന മറ്റു പരിപാടികൾ ഇന്ന് വൈകുന്നേരം പാലായിൽ പദ്ധതിയിലുമുണ്ട്. എന്തായാലും ആവേശോജ്വലമായി കൊടിതോരണങ്ങളുമായി NDAയുടെ സഖ്യകക്ഷികൾ, 12 സഖ്യകക്ഷികളുടെ കൊടിതോരണങ്ങൾ, BJPയുടെ കാവിക്കുടി എല്ലാം വാനിൽ ഉയരുന്ന ആവേശകരമായിട്ടുള്ള ബഹുജന റാലി പാലാ ടൗണിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന അപര്യാപ്തതകൾ നിലനിൽക്കുന്ന മണ്ഡലം, പതിറ്റാണ്ടുകൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭരണം കൈയാളിയ മണ്ഡലമായിട്ടും ഒന്നും പാലായിൽ കേരള കോൺഗ്രസ് പാലായ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥാ മാറ്റം ഇത്തവണ പാലായിൽ ഉണ്ടാകും. ഒപ്പം പാലായിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെല്ലാം മാറിമറിയും. അത് മധ്യ കേരളത്തിൽ തന്നെ കൃത്യമായി പ്രതിഫലിക്കുന്ന ഒന്നായി മാറും എന്നുള്ള ആത്മവിശ്വാസം, ദൃഢമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടമാക്കിക്കൊണ്ടാണ് NDA പ്രവർത്തകർ